സർ, നമുക്കൊക്കെ അറിയാം ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന് ഒരു അഭിമാന നേട്ടമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയെ തലയുയർത്തി നിൽക്കാൻ കൂടി ഓപ്പറേഷൻ സിന്ദൂർ പ്രാപ്തമാക്കി എന്നതാണ്. എന്റെ ചോദ്യം, ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ആയുധങ്ങളുടെ കാര്യത്തിലായാലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യത്തിലായാലും ഇന്ത്യക്ക് ലഭിച്ച ആ ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യയെ എത്തിച്ച ആ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പലപ്പോഴും നേട്ടങ്ങളെ കുറിച്ച് സിന്ധു പറഞ്ഞിട്ടുണ്ട് നീതു. പക്ഷെ ഇന്ന് പറയുന്നത് ഇന്ത്യ നേടിയ ഒരു ലോക റെക്കോർഡിനെ കുറിച്ചാണ്. ഇതുവരെ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ ഒരു രാജ്യവും നേടാത്ത ഒരു ലോക റെക്കോർഡ് കൂടി ഇതിൽ നേടിയതായിട്ട് പുതിയ വാർത്തകൾ പതുക്കെ വരുന്നതാണ് പുറത്തായിട്ട്. അതുകൊണ്ട് ഞാൻ മറ്റേ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല, ഇതിനെക്കുറിച്ച് മാത്രം പറയാം. എന്താണ്, അതായത് മെയ് 2025 മെയ് 9, 10 തീയതികളിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വ്യോമയാന സൈനിക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർഫസ് ടു എയർ മിസൈൽ കിൽ കരസ്ഥമാക്കി എന്നാണ് അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ. ഇന്ത്യ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ അത് സമ്മതിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അനൗദ്യോഗികം എന്ന് പറയുന്നത്. അതായത് ഒരു മിസൈൽ ഉപയോഗിച്ച് ഏറ്റവും ദൂരത്തിലുള്ള ഒരു ലക്ഷ്യത്തെ, മറ്റൊരു വിമാനത്തെ തകർക്കുന്നതാണ് ഈ ലോക റെക്കോർഡ്. അതായത് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ വെച്ച് ഏകദേശം 315 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു ദൂരത്തിലുള്ള ഒരു ലക്ഷ്യം, അതായത് പാകിസ്ഥാന്റെ സാബ് 2000 എന്ന് പറയുന്ന, അതിനെ എറി ഐ എന്നാണ് പറയുന്ന അവാക്സ് വിമാനം, അതായത് എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉള്ള വിമാനം നശിപ്പിക്കപ്പെട്ടു. എന്താണ് ഇത്? നമുക്ക് അത് അറിയാം. ഈ എവാക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സാബ് 2000 എന്ന് പറയുന്ന ഈ വിമാനം ആകാശത്തിൽ കൂടി പറക്കുന്ന ഒരു റഡാർ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അതാണ്. അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. റഷ്യൻ നിർമ്മിതമായ S-400 ട്രൈംഫ് സിസ്റ്റം, നമ്മൾ അതിനെ സുദർശന ചക്ര എന്നാണ് വിളിക്കുന്നത്. അത് ഉപയോഗിച്ച് അതിൻ്റെ ഒരു പ്രത്യേക മിസൈലുണ്ട്. അതിന് 4 തരം മിസൈലാണുള്ളത്. അതിനകത്തെ 40N6E എന്ന മിസൈൽ ഇന്റർസെപ്റ്റർ മിസൈൽ ഉപയോഗിച്ചാണ് ഈ നിർണായകരമായ നേട്ടം കൈവരിച്ചത്. അപ്പൊ എന്താണ് ഈ S-400 എന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും. അത് റഷ്യയിൽ നിന്ന് നമ്മൾ മേടിച്ച ഒന്നാണ്. ദീർഘദൂര മൾട്ടി ടാർഗറ്റ് സാം, അതായത് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം, മൾട്ടി ടാർഗറ്റ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ആണിത്. നാറ്റോയിൽ ഇതിന് മറ്റൊരു പേരാണുള്ളത്, ഗ്രൗളർ എന്നാണ് പറയുന്നത്. SA-21 ഗ്രൗളർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ അതിനെ സുദർശന ചക്രം എന്ന് പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യത്യസ്ത ദൂരങ്ങളിൽ നിന്നും ഉള്ള ടാർഗറ്റുകളെ നശിപ്പിക്കാൻ 4 ഡിഫറൻ്റ് ആയിട്ടുള്ള ഹ്രസ്വദൂരം മുതൽ അതിദൂരം വരെയുള്ള 4 ലക്ഷ്യങ്ങളെ നേരിടാൻ കഴിയുന്ന 4 തരം മിസൈലുകളാണ് അതിനകത്തുള്ളത്. അതിനകത്താണ് ഏറ്റവും റേഞ്ച് ഉള്ളതാണ് ഈ 40N6E എന്ന് പറയുന്നത്. അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് പരമാവധി 400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യം വരെ നശിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇതാണ് പാകിസ്ഥാന്റെ ഈ അവാക്സിന്, എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിനെ തകർത്തത്. ഇത് അത്തരം വലിയ വിമാനങ്ങളെ, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ, നമുക്കറിയാം റഡാറിൽ കിട്ടാത്ത എയർക്രാഫ്റ്റുകളെ, അങ്ങനെ ഉയർന്ന മൂല്യമുള്ള, ഇതിന് തന്നെ വലിയ ചെലവുള്ള ഒരു സാധനമാണ് ഈ മിസൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഒരു ഡ്രോണിനെ അടിച്ചിടാനുള്ളതല്ല, വളരെ വലിയ ഈ അവാക്സ് പോലുള്ള വിമാനങ്ങളെ, വലിയ ഫൈറ്റർ ജെറ്റുകളെ, വലിയ കഴിവുള്ള ഫൈറ്റർ ജെറ്റുകളെ, ഇങ്ങനത്തെ ഹൈ വാല്യൂ, ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളെ നശിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ 40N6E എന്ന് പറയുന്ന മിസൈലിൽ 143 കിലോഗ്രാം ആയുധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വിമാനത്തെ നശിപ്പിക്കാൻ 143 കിലോഗ്രാം ഭാരമുള്ള ഒരു വാർഹെഡും ഈ ആക്റ്റീവ് റഡാർ ഹോമിംഗ് സംവിധാനവും ഉണ്ടായിരുന്നു ഈ മിസൈൽ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ മിസൈൽ സംവിധാനത്തിന് 600 കിലോമീറ്ററിൽ ഏതെങ്കിലും ഒരു വിമാനം വരികയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സും ഉണ്ട്. അപ്പൊ ഇന്ത്യയുടെ നമ്മുടെ ഈ ട്രയംഫ് സിസ്റ്റത്തിന് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ഘടിപ്പിച്ചിരിക്കുക. അപ്പൊ അത് റഡാർ, ഉപഗ്രഹം, വ്യോമ നിരീക്ഷണ ഡേറ്റ, ഇതെല്ലാം സംയോജിപ്പിക്കുന്ന, നമ്മൾ തദ്ദേശീയമായി നമ്മുടെ DRDOയും
ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇത് ഒരു റെക്കോർഡ് ആണെങ്കിൽ മുമ്പ് എന്തായിരുന്നു റെക്കോർഡ്? അത് റഷ്യയുടെ തന്നെ ഈ S-400 വിമാനം ഉപയോഗിച്ച്, മിസൈൽ സംവിധാനം ഉപയോഗിച്ച് സിറിയയിൽ ഒരു വിമാനത്തെ 217 കിലോമീറ്റർ അകലെയുള്ള ഒരു ലക്ഷ്യത്തെ നശിപ്പിച്ചതാണ് ഇതിനു മുൻപുള്ള റെക്കോർഡ്. അവിടെയാണ് നമ്മൾ 314-നും 315 കിലോമീറ്ററിനും ഇടയ്ക്കുള്ള ലക്ഷ്യത്തിലുണ്ടായിരുന്ന ഈ ഒരു വലിയ വിമാനത്തെ നശിപ്പിച്ചത്. അപ്പൊ അവർക്ക് ഉള്ള മിസൈലുകൾ എന്ന് പറയുന്ന, അവരുടെ റേഞ്ച് എന്ന് പറയുന്നത്, പാകിസ്ഥാന് പാട്രിയോട്ട് മിസൈൽ ഉണ്ട്, ചൈനയുടെ SQ-9 സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഇത്തരം മിസൈലുകൾക്ക് 100 മുതൽ 125 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളൂ. അവിടെയാണ് നമ്മുടെ 400 കിലോമീറ്ററിന്റെ റേഞ്ചുള്ള ഇത്തരം മിസൈലുകളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. അപ്പോ അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം മലപ്പുറം വരെയുള്ള 315 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്രയും ദൂരം ഉണ്ടെന്ന് വയ്ക്കാം. തിരുവനന്തപുരം മുതൽ മലപ്പുറം 315. ഇപ്പൊ എറണാകുളം 225 ആണെങ്കിൽ കുറച്ചും കൂടെ ഇത് ഏരിയൽ ഡിസ്റ്റൻസ് ആണ്, കുറച്ചും കൂടെ കൂടുതൽ വരും. അത്ര ഇപ്പൊ പ്രോബ്ലി ഏരിയൽ ഡിസ്റ്റൻസ് എറണാകുളം തിരുവനന്തപുരം ഒരു 200 താഴെ വരും. നമുക്കൊരു കോഴിക്കോട് വരെയൊക്കെ ഉള്ള ഒരു ഏരിയൽ ഡിസ്റ്റൻസ് ആണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഫയർ ചെയ്യുമ്പോൾ കോഴിക്കോട് അടുപ്പിച്ചിട്ടുള്ള ഒരു വിമാനത്തെയാണ് നമ്മൾ നശിപ്പിച്ചത് എന്ന് ആലോചിച്ചാൽ അവിടെയാണ് ഇതിന്റെ ഈ ലോക റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇന്ത്യയുടെ ആഗോള വ്യോമ പ്രതിരോധ ശേഷിയുടെ മറ്റൊരു തലം ആളുകളെ ലോകത്തെ ഞെട്ടിച്ചു എന്നുള്ളതാണ്. ലോകത്ത് അമേരിക്ക പോലും ഇത്തരം ഒരു കിൽ, ലോങ് റേഞ്ച് കിൽ നടത്തിയിട്ടില്ല. ഇനി എന്താണ് ഈ എവാക്സ് വിമാനത്തിന്റെ പ്രസക്തി, അല്ലെങ്കിൽ ഈ പറയുന്ന AEWMC എന്ന് പറയുന്ന വിമാനത്തിന്റെ പ്രസക്തി? പാകിസ്ഥാന് ഈ സാബ് 200 വിമാനങ്ങളിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് വ്യാപകമായ ഒരു റഡാർ കവറേജ്, അതായത് ഇത് ആകാശത്ത് പറക്കുകയാണെങ്കിൽ അതിന് 450 കിലോമീറ്റർ റേഞ്ചിൽ ഏത് പ്ലെയിൻ പൊങ്ങിയാലും അറിയാൻ പറ്റും. അതായത് ഇവര് പാകിസ്ഥാൻ അകത്ത് നിൽക്കുകയാണ്. പാകിസ്ഥാൻ അകത്തൊരു 400 കിലോമീറ്റർ റേഞ്ചിൽ അതായത് ഇന്ത്യയിൽ നിന്നൊരു വിമാനം പൊങ്ങണേ അവർക്കൊരു പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു 200-300 കിലോമീറ്റർ നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് പ്ലെയിൻ പൊങ്ങുന്നത് അറിയാം. അപ്പൊ ഈ വിമാനത്തിന് വളരെ പതുക്കെ മൂവ് ചെയ്യുന്ന ഒരു സാധാരണ യാത്രാ വിമാനം പോലത്തെ വിമാനമാണ്. അപ്പൊ അതിന് മറ്റേ ഫൈറ്റർ പ്ലെയിനുകളുടെ കപ്പാസിറ്റി ഇല്ല. അപ്പൊ എന്ത് പ്രശ്നമാണ്, ഇത് ഇപ്പോഴും സുരക്ഷിതമായ സ്ഥലത്ത് മാത്രമേ നിൽക്കൂ. അങ്ങനെയാണ് ഈ 315 കിലോമീറ്റർ ഉള്ളിൽ അവർ സുരക്ഷിതമായി പറന്നുകൊണ്ടിരുന്ന വിമാനത്തെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മിസൈൽ അയച്ച് തകർത്തു എന്നുള്ളത്. അപ്പൊ ഇത് ഈ വ്യോമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും യുദ്ധവിമാനങ്ങളെ നയിക്കുകയും ഈ യുദ്ധ ബഹിരാകാശ ഇന്റലിജൻസ് കോർഡിനേറ്റ് ഒക്കെ ചെയ്യുന്നത് ഇത്തരം വിമാനങ്ങളാണ്. അപ്പൊ ഏത് ആധുനിക വ്യോമ യുദ്ധഘട്ടത്തിലും ഈ ഫോഴ്സ് മൾട്ടിപ്ലയർ എന്ന് പറയും, അതായത് നമ്മുടെ ശക്തിയെ ബഹുഗുണീഭവിക്കുക എന്ന് പറയും. അങ്ങനെ ചെയ്യുന്ന നിയന്ത്രിത ആകാശത്ത് കൂടെ പറക്കുന്ന റഡാറുകളാണ് ഈ വിമാനം. ഇതിന്റെ പ്രസക്തി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ബലാക്കോട്ട് ആക്രമണം നടത്തി പണ്ട്. ആ ബലാക്കോട്ട് ആക്രമണം നടത്തിയതിന്റെ അടുത്ത ദിവസം ഓപ്പറേഷൻ സ്വിഫ്റ്റ് റിട്ടോട്ട് എന്ന നിലയിൽ അവർ തിരിച്ചൊരാക്രമണം നടത്തി. അന്ന് ഈ എയർ വിമാനം, ഈ എവാക്സ് വിമാനം ഉപയോഗിച്ചാണ് അവരത് സാധിച്ചത്. ഇന്ത്യയുടെ ഇതല്ല, അവർ ആക്ച്വലി ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളുടെ അടുത്ത് കൊണ്ട് ബോംബിടുകയാണ് ചെയ്തത്. അപ്പൊ അതിനുപയോഗിച്ചത് പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ. നമ്മുടെ ഒരു വിമാനത്തെ വർദ്ധമാന്റെ വിമാനത്തെ അഭിനന്ദൻ വർദ്ധമാൻ അല്ലെ, അദ്ദേഹത്തിന്റെ MiG-21 വെടിവെച്ചിടാൻ സാധിച്ചതും ഇതിന്റെ സപ്പോർട്ടുള്ളതോട് കൂടിയിട്ടാണ് F-16 അതൊക്കെ ചെയ്തത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഇതിനകത്ത് വലിയ ഡോഗ് ഫൈറ്റ് എന്ന് പറയും, അതായത് യുദ്ധവിമാനങ്ങൾ തമ്മിലുള്ള പരസ്പര ആക്രമണം ഇപ്രാവശ്യം അധികം നടന്നില്ലെങ്കിലും 1971 ശേഷം ബലാക്കോട്ടിന്റെ സമയത്ത് ശക്തമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഡോഗ് ഫൈറ്റ് എന്ന് പറയും, ആകാശത്ത് വെച്ച് ഫൈറ്റർ പ്ലെയിനുകൾ തമ്മിലുള്ള യുദ്ധമുണ്ടായി. ആ സമയത്ത് അവരെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വിമാനം. അതിലൊന്നിനെയാണ് ഇന്ത്യ തകർത്തതെന്നുള്ളത്. അപ്പോ ഈ 2025 ഇപ്പം ഈ തന്ത്രപരമായ ഈ വിമാനം നശിപ്പിച്ചത് ഒരു പ്രതീകാത്മകം മാത്രമല്ല. ഞാൻ അതിന്റെ ഒരു പ്രസക്തി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പാകിസ്ഥാന്റെ മിസൈലുകളുടെ എയർ ടു എയർ മിസൈലുകളുടെ റേഞ്ച് എന്ന് പറയുന്നത്
അല്ലെങ്കിൽ സർഫസ് ടു എയർ മിസൈലുകളുടെ റേഞ്ച് എന്ന് പറയുന്നത് 125 ആണെങ്കിൽ ഇന്ത്യയുടേത് 400 ആണ്. ഇന്ത്യയുടെ അവാക്സ് വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സംവിധാനത്തിന് 600 കിലോമീറ്റർ ദൂരെയുള്ള റഡാർ സംവിധാനങ്ങളെ പിടിക്കാൻ പറ്റുമെങ്കിൽ അവക്ക് സാധിക്കുന്നത് 450 ആണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ആക്രമിക്കാൻ ഒരു മിസൈലോ വിമാനമോ പറന്നുയരുമ്പോൾ തന്നെ ഇന്ത്യക്ക് അത് കണ്ടുപിടിക്കാനും ഇന്ത്യയിൽ നിന്ന് തന്നെ പാകിസ്ഥാന്റെ അത്തരം വിമാനങ്ങളെയും മിസൈലുകളെയും നശിപ്പിക്കാനാകുമെന്ന് ഇന്ന് ലോകത്ത് തെളിയിച്ചു കൊടുത്തതാണ് ഈ സംഭവം. അപ്പൊ അതിനകത്തൊരു ലോക റെക്കോർഡ് മാത്രമല്ല, ഇന്ത്യയുടെ ശക്തമായ വ്യോമ മേധാവിത്വം കണ്ട് ലോകം മുഴുവൻ ഞെട്ടിയ ഒന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഈ ഒരു പ്രത്യേക റെക്കോർഡ്, ലോക റെക്കോർഡിന് ഇപ്പൊ പാകിസ്ഥാൻ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഇന്ത്യക്ക് വലിയ ആത്മാഭിമാനം ഉണ്ടാക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഈ കഴിവിനെ അറിഞ്ഞിരിക്കണം. ഇത് പലപ്പോഴും ഇത്തരം വിശദമായ കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ പത്രമാധ്യമങ്ങൾ അങ്ങനെ വരാറില്ല. എന്നാലും നമ്മുടെ വ്യോമ മേധാവിത്വം, അതായത് എയർ സുപ്രീമസി അല്ലെന്ന് പറയും, അല്ലെങ്കിൽ എയർ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത് തിരുത്തി എഴുതിയ ഒരു സംഭവമാണ് ഈ ആക്രമണം. അതായത് ഇന്ത്യക്കകത്തു നിന്ന് തന്നെ ഇന്ത്യക്ക് ഈ 315 കിലോമീറ്റർ അകലെ പാകിസ്ഥാനുള്ളിൽ പറന്നു നടന്ന ഒരു വിമാനത്തെ നശിപ്പിക്കുവാൻ ഇന്ത്യക്കായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ഇവാക്സ് ടാങ്കർ വിമാനങ്ങൾ അല്ലെങ്കിൽ വലിയ ജെറ്റ് ഫൈറ്ററുകൾ, ഇവയാണ് ഇത് ലക്ഷ്യം വെക്കുക, ഇത്തരം വലിയ മിസൈൽ സംവിധാനങ്ങൾ ലക്ഷ്യം വെക്കുക. അപ്പോ നമ്മൾ ഇത്രയും നാൾ എന്താണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് വരുന്ന മിസൈലുകളെയും പാകിസ്ഥാന്റെ ശത്രു വിമാനങ്ങളെയും ഒക്കെ നമ്മൾ തകർക്കാൻ ശ്രമിക്കും. അങ്ങനെയായിരുന്നു നമ്മൾ ഇത്രയും നാളും ചെയ്തിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഈ ഡീപ്പ് ഇന്റർഡിക്ഷൻ എന്ന് പറയും, അതായത് പാകിസ്ഥാന്റെ വളരെ ഉള്ളിൽ പറക്കുന്ന ശത്രു കമാൻഡ് സംവിധാനങ്ങളെയും ഫൈറ്റർ വിമാനങ്ങളെയും ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ അടിച്ചിടാനുള്ള, തകർക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിനെ സ്ട്രാറ്റജിക് സപ്രഷൻ എന്നാണ് പറയുക. സ്ട്രാറ്റജിക് സപ്രഷൻ എന്ന് പറയും മിലിറ്ററിക്കാരുടെ ഭാഷയിൽ. അപ്പൊ നമ്മൾ ഇപ്രാവശ്യം ടെക്നോളജിയുടെയും തന്ത്രത്തിന്റെയും ഒരു സംയോജനം, അതായത് ടെക് ആൻഡ് ടാക്ടിക്കൽ ഫ്യൂഷൻ എന്ന് പറയും, അങ്ങനെ ഒരു ഇലക്ട്രോണിക് വാർഫെയറിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റിയുടെ കഴിവിന്റെ ഒരു പരമകാഷ്ഠതയാണ് നമ്മൾ അവിടെ തെളിയിക്കപ്പെട്ടത്. അപ്പൊ അത് ഈ ലോകത്തിലെ ഒരു ആദ്യത്തെ സംഭവമാണ്. ഈ 315 കിലോമീറ്റർ ദൂരെയുള്ള ഒരു വിമാനത്തെ ഒന്നും ഇതുവരെ ലക്ഷ്യം വെക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇതുണ്ടാക്കിയ റഷ്യ പോലും ചെയ്ത് 217 കിലോമീറ്റർ ദൂരത്തിൽ ഒരു വിമാനത്തെ അടിച്ചിടുകയാണ് ചെയ്തത്. മാത്രമല്ല നമ്മൾ ഈ എവാക്സ് വിമാനത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. ഇവാക്സ് വിമാനം എന്ന് പറയുന്ന ഒരു സാധാരണ ഫൈറ്റർ വിമാനത്തിനേക്കാൾ വളരെയധികം ഉപയോഗം ചെയ്യുന്നതാണ്. അത് ആകാശത്ത് ഒരെണ്ണം പറന്നു നിന്നാൽ ആ രാജ്യത്തെ ആക്രമിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ പാകിസ്ഥാന്റെ ഏത് ലെവലിലോട്ടും ഉള്ളിൽ കടന്നു എന്ന് ലക്ഷ്യങ്ങൾ തകർക്കാൻ ഇന്ന് ഇന്ത്യക്ക് കഴിവുണ്ട്. അത് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, റഷ്യയുടെ ആ സംവിധാനം മാത്രമല്ല, ആ റഷ്യൻ സംവിധാനത്തെ, മിസൈൽ സംവിധാനത്തെ നമ്മുടേതായിട്ടുള്ള എഞ്ചിനീയർമാരുടെ ബുദ്ധി കൊണ്ട് അതിനെ വികസിപ്പിച്ച് കുറച്ചുകൂടെ കഴിവുള്ളതാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രസക്തി എന്താണ്? ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ശത്രുക്കളുടെ കണ്ണുകളെ തകർക്കാൻ നമുക്കായി എന്നുള്ളതാണ്. അത് ഈ പാകിസ്ഥാൻ ഉള്ള കാലം ഓർത്തിരിക്കും. അടുത്ത പ്രാവശ്യം ഇന്ത്യയോട് കളിക്കുന്നതിന് മുൻപ് 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം അല്ലെങ്കിൽ പലവട്ടം അവർ ആലോചിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് നാം നേടിയ ഏറ്റവും വലിയ വിജയം. അപ്പൊ അതാണ് ഈ ലോക റെക്കോർഡിനെ കുറിച്ച് നീതു എനിക്ക് പറയാനുള്ളത്. ഏതായാലും വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയെ തേടി ലോക റെക്കോർഡുകൾ വരെ എത്തുന്ന ഒരു സംഗതി, തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെ ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു കാഴ്ച വ്യക്തമാണ്. താങ്ക് യു വിനോദ് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.